ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഗോഡ് ഓഫ് വാറിൻ്റെ പാർട്ട് 4 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാർട്ട് 4 നമ്മൾ നേരത്തെ പാർട്ട് 3 നിർത്തിയത് എവിടെ വെച്ചിട്ടായിരുന്നു? മറ്റേ ഏതൊരു സ്ഥലത്ത് കട്ട് സീൻ വെച്ചിട്ടായിരുന്നു നിർത്തിയത്, അതായത് ഈ സ്ഥലത്ത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗായ്സ്. അപ്പോൾ ഞാൻ താഴേക്ക് ചാടുന്നുണ്ട്. നമ്മളിതൊക്കെ താഴേക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടാണ്. ഞാൻ സൗണ്ട് കുറക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ കുറച്ചില്ല. പിന്നെ ഇനി ഇതിൽ വോളിയം കുറച്ച് കൂട്ടണമെന്ന് കാണിക്കൂല. ഞാൻ എഡിറ്റ് ചെയ്തെല്ലാം മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാനിതെല്ലാം കളക്ട് ചെയ്തിട്ട് നേരെ പോകാനാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ റെക്കോർഡ് ആവുന്നുണ്ടോ നോക്കാം. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഞാൻ റെക്കോർഡ് ആവുന്നുണ്ടോയെന്ന്. റെക്കോർഡ് ആവണില്ലെങ്കിൽ പണി കിട്ടും. പിന്നെ ആദ്യമൊക്കെ വീണ്ടും കളിച്ചിട്ട് വേണം. പിന്നെ സേവൊക്കെ ചെയ്താൽ പിന്നെ ബാക്കി കളിക്കാനേ പറ്റൂല നേരം പോലെ ആദ്യം കളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡൊക്കെ നോക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തി. നേരത്തെ ആദ്യൊരു കട്ട് സീൻ ഉണ്ടല്ലോ, ആ സ്ഥലത്തേക്ക് എത്തി. പിന്നെ ഇതിലൊരു കട്ട് സീന് എന്തോ കൈ തട്ടിയിട്ട് അറിയാതെ പോകുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ ഇനി നമുക്ക് ആ പോർട്ടലിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് പോകണം. അപ്പം ഞാൻ ഇവിടെ വല്ല എന്തെങ്കിലും ഓപ്പൺ ചെയ്യാനുണ്ടോയെന്ന്, ചെസ്റ്റൊക്കെ വല്ലതും ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഇടയിൽ അവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്. അങ്ങനെ നമുക്കൊരു ഗോർഗണയും കിട്ടി. ഞാൻ മറ്റേ ഇത് ആർമർ പൊട്ടിക്കുകയും ചെയ്തു. നേരെ ഓടിപ്പോയിട്ട് നേരെ എടുക്കാൻ പോവുകയാണ് ഞാൻ. അല്ല, അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും റെക്കോർഡ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കണമുണ്ട്. അതിൻ്റെ ഒപ്പം പിന്നെ എൻ്റെ ഇത് ബ്രൈറ്റ്നെസ് നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കളിക്കാനാണ്. അപ്പോൾ നമ്മൾ ആ പോർട്ടലിൻ്റെ അപ്പുറം കടന്നപ്പോൾ ഒരു കുളത്തിൻ്റെ അവിടെ ഉള്ള അങ്ങനത്തെ എന്തോ ഒരു സ്ഥലം, കുറേ വെള്ളമൊക്കെ ഉള്ള പസിലാണ്. പക്ക പസിലാണ്. ഞാൻ ആദ്യം കളിക്കുമ്പോൾ അറിയില്ലായിരുന്നു. പക്ഷേ ഈ പസിലിപ്പോൾ ഇതിൽ ആൾറെഡി തന്നെ ക്ലൂ ഒക്കെ കാണിച്ചായിരുന്നു. ഞാൻ അപ്പോൾ ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഒന്ന് ശ്രദ്ധിക്കണത്. അപ്പോൾ ഞാൻ ആ മേലേക്ക് കയറണം. ഇനി അതിൻ്റെ ഇത് കൂടെ ക്ലൈംബ് ചെയ്ത് മേലേക്ക് കയറണം. അതാണ് ഈ അടുത്ത ചലഞ്ച്. ഇതിൽ കുറേ പസിൽസാണ്. അതാണ് ഇങ്ങനെ കുറേ സമയം എടുക്കുന്നത്. പാർട്ട് 4 വരെയൊക്കെ എത്താൻ ഇത്ര സമയമാണ് പസിൽ കാരണം. ഞാൻ വീണ്ടും ബ്രൈറ്റ്നെസ് നോക്കും. എന്നിട്ട് തിരിച്ചിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഇനി നമുക്ക് വള്ളത്തിൻ്റെ താഴെ കൂടെ, അതായത് ശ്വാസം വലിച്ച് പോകാൻ പറ്റൂല. അപ്പോൾ ഈ സാധനം എടുക്കുകയാണെങ്കിൽ വള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ശ്വാസം എടുത്ത് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറേ നേരം വള്ളത്തിൽ നിൽക്കാം. പിന്നെ വള്ളത്തിൽ നിൽക്കണമെങ്കിൽ പ്രശ്നമല്ല. അത് ഞാൻ മുമ്പ് മനസ്സിലാക്കിയിരുന്നില്ല. എന്നിട്ട് യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ലാസ്റ്റ് കണ്ടുപിടിച്ചത് ഗൈസ് ഇത്. എന്നിട്ട് നേരെ ഇനി താഴേക്ക് ഇറങ്ങിയാൽ ഇനി കണ്ടോ വള്ളത്തിൽ പോകാനുള്ള കൺട്രോൾസൊക്കെ കാണിക്കും. പക്ഷേ ഇതൊക്കെ അറിയാം കൺട്രോൾസൊക്കെ. ഈ കൺട്രോൾസൊക്കെ ഞാൻ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ കളിച്ചിട്ട്. അതുകൊണ്ട് എനിക്ക് കൺട്രോൾസൊന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ല, കാണാപ്പാടാണ്. 6 നിൽക്കുക ബൂസ്റ്റ് ആവും, മറ്റേ ഡാഷ് വരിക കണ്ടോ, പെട്ടെന്നുണ്ടോ എന്താ. അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ. ഇത് കുറേ ഇങ്ങനെ ഹാർഡാണ്. ഞാൻ എത്ര ചെയ്താലും എവിടെയെങ്കിലും സ്റ്റക്ക് ആവാതെ ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല. പക്ഷേ ഇതിലെന്താണെന്നറിയില്ല, ആദ്യം തന്നെ അത് കയറി ചെന്നിട്ട് പോകാൻ പറ്റി. പിന്നെ 2 ചെസ്റ്റ് ഉണ്ടായിരുന്നു, ആ ചെസ്റ്റ് 2 എടുക്കുകയും ചെയ്തു. നമുക്ക് ഇനി കുറേ അപ്ഗ്രേഡൊക്കെ ചെയ്യാനുണ്ട്. നമ്മുടെ ബ്ലേഡ്സ് ഓഫ് കെയോസ് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ പവർ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. മറ്റേ എന്താണോ അവനെ പറയുക, നമ്മൾ ആദ്യത്തെ ബോസ് ഫൈറ്റിലുള്ള, രണ്ടാമത്തെ ബോസ് ഫൈറ്റിലുള്ള ഓനെ നമ്മൾ കൊന്നല്ലോ, അപ്പോൾ ഒരു പവർ കിട്ടിയല്ലോ. ആ പവർ പാർട്ട് 1 കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ പവർ നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാണ്ട്, അത് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു അടിപൊളി ലെവൽ നമുക്ക് അടിയൊക്കെ നല്ല രീതിയിൽ സിമ്പിളായിട്ട് അടിക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഇതിൽ ഡാഷ് ചെയ്തിട്ടാട്ടോ നമുക്ക് പോകാൻ പറ്റുക. അതിൽ കൂടെ അങ്ങനെ ഡാഷൊക്കെ ചെയ്ത് അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഈ സ്ഥലത്തെത്തും. ഇനി നമ്മൾ ആ ലിവർ പിടിച്ച് വലിക്കണം. അപ്പോൾ നമുക്ക് തടസ്സമായിട്ട് നിന്ന സ്ഥലം ഓപ്പണായി വരും. അത് കാണിച്ചു തരാം, നോക്ക്. കണ്ട, ഈ സാധനം പൊന്തി വന്നു. ഇനി നമുക്ക് അത് കൂടെ ക്ലൈംബ് ചെയ്ത് മേലേക്ക് കയറാം.
ഇനി മേലേക്ക് കയറലാണ് നമ്മുടെ ടാസ്ക്. ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ കുറേ നേരം ഇങ്ങനെ വോയിസ് ചെയ്യുമ്പോൾ അധികം പറയാൻ പറ്റണില്ല. എന്തോ തൊണ്ടയ്ക്ക് എന്തോ വേദന വരി. അങ്ങനെ നമ്മളിനി മേലേക്ക് കയറണം കേട്ടോ ഗൈസ്. മേലേക്ക് കയറിയിട്ട് ക്ലൈംബ് ചെയ്ത് പോയിട്ട് നമ്മളിത് തുറക്കണം. നമ്മൾ മേലേക്ക് പെട്ടെന്ന് കയറാൻ പോവാണ്. കണ്ടത് നമ്മൾ ഈ എക്സ് നിൽക്കുമ്പോൾ പെട്ടെന്ന് കയറും. അതാണ് ഞാൻ കുറേ ഇങ്ങനെ എക്സ് ഇങ്ങനെ നിൽക്കിക്കൊണ്ടേയിരിക്കണേ. ഇനി നമ്മൾ മേലെ കൂടെ ഇങ്ങനെ കുറേ ക്ലൈമ്പിങ് ആണ്. ഇതിൽ കുറേ ക്ലൈമ്പിങ് ഉണ്ട്, പസിൽ, ഇടി, കട്സീന്, ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ കയറണം. എന്നിട്ട് നമ്മൾ ഇത് തുറക്കണം. ഇനി വാതിലിങ്ങനെ സർക്കിൾ ഇത് നോക്കിയിട്ട് തുറക്കണം. ഇനി ഇവിടെ എന്തോ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഫൈറ്റ്. അങ്ങനെ ഫൈറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഹെൽത്ത് മറ്റേ സാധനം എന്തായിരുന്നു അതിനെ പറയുക, അതൊക്കെ ഓർമ്മയില്ല. ഈ നീല കളർ സാധനം എടുത്തിട്ട് ഇനി നമ്മളെ മറ്റേ ഇത് തിരിക്കണം. ഇതിൻ്റെ പേരെന്തായിരുന്നു? ലിവർ അതുകൊണ്ട് തിരിക്കണം. അപ്പോൾ നമുക്ക് ഈ പാലം റെഡിയായി വരും. അപ്പോൾ നമ്മൾ ആ പാലത്തിൽ കൂടെ പോകണം. ഈ സർക്കിളാണ് ഈ സർക്കിൾ നിൽക്കണതാണ് എനിക്ക് അധികം ഇഷ്ടമല്ലാത്തത്. നമ്മൾ ഈ കട്ട് സീനാണ് നമ്മളെ കട്ടായി പോയത്. ഞാൻ അറിയാതെ കൈ തട്ടിയിട്ടാണ് പോയത്. അതിലെന്താ പറയണതെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് പിന്നെ കാര്യമാക്കണ്ട, അധികം കാര്യമായിട്ടുള്ളൊരു കട്ട് സീനല്ല അത്. അതുകൊണ്ട് ഞാൻ അധികം കാര്യമാക്കിയൊന്നുമില്ല. പിന്നെ ഈ വള്ളത്തിൽ കൂടെ നീന്തിയിട്ട് ഒരു നമ്മുടെ ഷീൽഡിൻ്റെ പവർ കൂട്ടാനുള്ളൊരു സാധനം എടുക്കണം. അതായത് എന്തൊരു മാജിക് സ്പെല്ല അങ്ങനെ എന്തോ ഒരു സാധനം. അപ്പോൾ അതെടുക്കണം. ഇനി നമുക്ക് ഈ ഫൈറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ നടന്നു പോയിട്ട് ഇനി സേവ് ചെയ്യണം. ഈ സേവ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഇനി സേവ് ചെയ്യാൻ മറക്കുകയാണെങ്കിൽ ഇവിടുന്ന് കളിച്ചാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞ ആ മാജിക് സ്പെല്ല്. അപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഷീൽഡിൻ്റെ പവർ കൂടും. ഇതിൻ്റെ മെയിൻ ഇതാണ് എല്ലിങ്ങനെ നെക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. അപ്പോൾ പെട്ടെന്ന് ഇവരുടെ അറ്റാക്ക് നമുക്ക് തടയാൻ പറ്റും. ഇനി ഇവരുടെ അറ്റാക്ക് നമ്മളെല്ലാതും തടയണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് പുതിയൊരു പവർ കിട്ടിയിട്ടുണ്ട്. ഈ പവറാണ് ഇത്. ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ആദ്യം കളിക്കുമ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. നമ്മുടെ മറ്റേ പവറാണ് യൂസ് ചെയ്യുക. രണ്ടാമത്തെ ബോസ് ഫൈറ്റിൽ കിട്ടിയ പവറാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെയുള്ള കുറച്ച് ചെസ്റ്റൊക്കെ തുറക്കാനുണ്ട്. ഈ ചെസ്റ്റൊക്കെ തുറന്നില്ലെങ്കിൽ നമ്മുടെ ബ്ലേഡ്സ് ഓഫ് കെയോസ് ഒന്നും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ചെസ്റ്റൊക്കെ തുറക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് ബാറും കൂട്ടാം, ബ്ലേഡ്സ് ഓഫ് കെയോസ് അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ നമ്മുടെ മറ്റേ രണ്ടാമത്തെ ബോസ് ഫൈറ്റിൽ കിട്ടിയവൻ്റെ പവറൊക്കെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പോൾ കിട്ടിയ മാജിക് സ്പെല്ലും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ റെഡ് ഡോട്ട്സ് വെച്ചിട്ട് പറ്റും. ഇത് പിന്നെ ഓർഗനൈയും ഫെതേഴ്സൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തും മറ്റേ ഇതൊക്കെ കൂടും. മാജിക് കൂടും. ഇനി നമ്മൾ ഈ വാതിൽ തുറക്കണം. ഇതിൻ്റെ അപ്പുറത്ത് എന്തായിരുന്നു ഓർമ്മയില്ല. അതിൻ്റെ ഇടെ റെക്കോർഡൊന്ന് ചെറുതായിട്ട് ഓഫാകും. അപ്പോൾ ഞാൻ വീണ്ടും ആദ്യമൊക്കെ ഓണാക്കിയിട്ട് വീണ്ടും ചെയ്യാണ്. പിന്നെ ഈ ഫൈറ്റ് കാണും.
ഗൈസ് അങ്ങനെ നമ്മൾ മാജിക്കൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മാജിക്കൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് വന്ന വഴി ഇനി നമ്മൾ തിരിച്ചു പോകണം. നമ്മുടെ ഹീലിയോസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു പോകണം. അതിൻ്റെ ഇടയിൽ അദ്ദേഹം എന്തൊക്കെ പറയണുണ്ട്, എന്താ പറയുക, അതൊന്ന് കേട്ടോ ഒക്കെ അറിയില്ല, ഓർമ്മയില്ല. ഇനി അദ്ദേഹം എന്തൊക്കെ പറയും. ഫാസ്റ്റ് ക്രേറ്റോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനി ചെയ്യുകയാണെങ്കിൽ നമുക്കിനി ഇതിൻ്റെ മീതെ കൂടെ മാജിക് ആയിട്ട് ഒരു മഞ്ഞ കളറ് കാർപ്പറ്റ് വരും. നമ്മൾ അതുവഴി ഇങ്ങനെ നടന്നു പോയാൽ മതി. ഇനി നമുക്കിങ്ങനെ ചെസ്റ്റൊക്കെ എടുക്കാൻ സുഖമായിട്ട് പോവാൻ. ഇത് നമ്മുടെ കഴിഞ്ഞ പാർട്ടോ അതിൻ്റെ മുമ്പത്തെ പാർട്ടിലോ ഉള്ള കട്ട് സീനിൽ കാണിച്ചിട്ടുണ്ട് ഈ സ്ഥലം. നിങ്ങൾക്ക് കണ്ടവർക്ക് ഇത് ഓർമ്മ ഉണ്ടാവും, കാണാത്തവർക്ക് ഇത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ആദ്യത്തെ ആ പാർട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇനി നമ്മൾ ചെസ്റ്റ് അപ്പുറത്ത് ആണ് വഴി എന്നൊക്കെ അറിയാം. ഇവിടെ ചെസ്റ്റ് വല്ലതും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ റെഡ് ഓർബിൻ്റെ ഒരു ചെസ്റ്റും പിന്നെ നമ്മുടെ ഫെതേഴ്സ് ഗോർഗണൈയൊക്കെ തരുന്ന ആ ചെസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നതിൻ്റെ ഗോർഗണൈ നമുക്ക് കൂടി. അങ്ങനെ നമ്മുടെ ഹെൽത്ത് ബാർ കൂടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മുടെ മാജിക്കും കൂട്ടണം. ഹെൽത്ത് ബാർ എന്തായാലും കൂടി, ഇനി മാജിക്കും കൂടിയും കൂട്ടാനുണ്ട്. അതിനർത്ഥം ഇവിടെ എവിടെയോ ഒരു ബോസ് ഫൈറ്റ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അല്ലാതെ അപ്പം ഇങ്ങനെയൊന്നും വരില്ല. ഒന്ന് നോക്കി നോക്കാം. അതിൻ്റെ ഇടയിൽ ഇവിടെ വല്ല ഇതും ഉണ്ടോയെന്ന് ഞാൻ നോക്കുകയാണ്. നമ്മുടെ എന്താ പറയുക, ചെസ്റ്റ് അവിടെ ഒന്നും കാണില്ല. അപ്പോൾ അപ്പുറത്തുണ്ടോയെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ആൾറെഡി തുറന്ന ചെസ്റ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നേരെ ആ വാതിൽ തുറന്നിട്ട് പോകാൻ നിൽക്കുക. ഇതിൻ്റെ ഇടയിൽ അതേനെ പറയണമെന്ന് തോന്നുന്നു തുറക്കാൻ, എന്തോ പെട്ടെന്ന് പോകാനാണ്. അത് പെട്ടെന്ന് കേട്ടില്ല നേരെ പോലെ. ഓർമ്മയില്ല, അത് ഈ സൈഡാണ്. അത് മുമ്പാണെന്ന് തോന്നുന്നു, അറിയില്ല ഗൈസ്. ഇനി നമ്മൾ ഇതുവഴി നല്ലൊരു ഫൈറ്റ് വരുന്നുണ്ട്. ഒരു ശല്യമായിട്ടുള്ള കാക്കകളുടെ ഫൈറ്റാണ്. അതൊന്ന് കണ്ടോക്കെ നിങ്ങൾ. ഗൈസ് അങ്ങനെ നമ്മുടെ ഒരു പൊട്ട ഫൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള റെഡ് ഓർബ്സ് എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് നമ്മുടെ ബ്ലേഡ്സ് ഓഫ് കെയോസും ആ പവേഴ്സൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ നേരെ ഇനി അപ്ഗ്രേഡ് ചെയ്തിട്ട് ബാക്കി കളിക്കാനാണ്. അപ്പോൾ നമ്മുടെ അവിടെ ചെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, സേവ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സേവ് അധികം പിന്നെ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കുറേ ലെങ്ത്തൊക്കെ ആവും, അതുകൊണ്ട് ഞാൻ സേവ് ചെയ്തില്ല. അതിൻ്റെ ഇടയിൽ നമുക്ക് ലെതർ കിട്ടി. അപ്പോൾ നമ്മുടെ മാജിക്കിൻ്റെ ബാറ് കൂടി. എന്നിട്ട് നമ്മൾ നമ്മുടെ ബ്ലേഡ്സ് ഓഫ് കെയോസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളാണ്ട് എക്സണ്ട് നെക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ നമുക്ക് പുതിയ പവേഴ്സൊക്കെ കിട്ടി. LO നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഒരു പുതിയ പവർ വരും. പിന്നെ
സാധാരണ തന്നെ കളറിൻ്റെ ഒരു ചേഞ്ചും പിന്നെ അടിക്കുമ്പോൾ പവർ കൂടുതലും. അതിൻ്റെ ഇടയിൽ നമ്മുടെ സെക്കൻഡ് ബോസ് ഫൈറ്റിലെ ഇതിൻ്റെ അപ്ഗ്രേഡും ചെയ്തു. ആകെ 16 റെഡ് ഓർബ്സും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്കിനി അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മറ്റേ പവർ എന്താണെന്ന് നോക്കി. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ അതിൽ പവർ കാണിച്ചത്. അപ്പോൾ നമ്മളിനി വാതിൽ തുറന്നിട്ട് ഇതിൽ ഇനിയൊരു ബോസ് ഫൈറ്റ് വരുന്നുണ്ട്. And again, the melody returned, and it almost seemed familiar. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബോസ് ഫൈറ്റിൽ ഇനി ഇവരെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മറ്റേ പവറൊക്കെ യൂസ് ചെയ്തിട്ടാണ് കൊല്ലാൻ നോക്കണത്. പക്ഷേ ഓൻ്റെ ഷീൽഡ് കാരണം അത് നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ആ ഷീൽഡ് പൊട്ടിച്ചിട്ട് പിന്നെ ആ പവർ യൂസ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും അവൻ ഷീൽഡ് എടുത്തപ്പോൾ ഭ്രാന്തായി. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ഷീൽഡ് പൊട്ടിച്ച് ഓനെ ആദ്യം തന്നെ അടി തീർത്ത് കൊന്ന്. പിന്നെ അവൻ്റെ ശിങ്കിടികളെ അടിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ബാക്കിയുള്ള എല്ലാ എണ്ണത്തിന് അതിൻ്റെ ഇടയിലാണ് നിൻ്റെ ഈ പവർ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള ഇതിൽ വന്നു. അത് ഞാൻ പവർ അപ്ഗ്രേഡ് ചെയ്ത് ഇപ്പോൾ മാക്സ് ലെവലാണ്. ഇനി നിങ്ങൾ ഈ അടിയൊന്ന് കണ്ടെത്തും. നമ്മുടെ ഇതിൻ്റെ മാജിക്കിൻ്റെ പവർ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത്യാവശ്യം കൂടിയതുകൊണ്ട് തന്നെ നമ്മളിനി ആർക്കും തടുക്കാൻ തന്നെ പറ്റില്ല. അജാതി പവറാണ് ഇപ്പോൾ. ഇനി നമ്മൾ ഇവനെയും കൂടിയും കൊല്ലാനുള്ളൂ. ലാസ്റ്റ് ഇവന് മാത്രമേ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഇവനെ സർക്കിളാക്കിയിട്ടുണ്ട് കൊന്നിട്ടുണ്ട് ഞാൻ. ഇനി നോക്ക് ഗൈസ്. ഇനി ഇവിടെ ഒരു പസിലാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.